അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും വീടില്ല. വീടില്ലാത്തൊരു പ്രശ്നം കൊണ്ട് പലരും കഷ്ടപ്പെടുന്നുണ്ട്. അത് സ്വന്തം വീടായിക്കോട്ടെ, വാടക വീടായിക്കോട്ടെ, എന്തായാലും നമുക്കൊരു സമാധാനമുള്ള, ഒരു സന്തോഷത്തിലുള്ള ഒരു വീട് കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടാനുള്ള വഴിയും നമ്മൾ ദുആ ചെയ്യാണ്ട് ഒന്നും കിട്ടുകയില്ല. പടച്ച റബ്ബിനോട് നമ്മൾ മനസ്സുരുകി ദുആ ചെയ്താൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് നല്ലൊരു വീട്. സ്വസ്ഥതയിലും സമാധാനത്തിലും കഴിയാനുള്ള ഒരു നല്ലൊരു വീട്. ഇത് വാടകയായാലും സ്വന്തമായാലും സമാധാനം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് നമ്മൾ എന്നും ദുആ ചെയ്യണം. അപ്പോൾ ചില വീടുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പ്രയാസമായിരിക്കും. എന്താണ് പ്രയാസം, എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരുപാട് കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില വീടുകളിൽ മലക്കുകളുടെ ശാപം തട്ടിയിട്ടാവാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടാവാം, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവാം. അങ്ങനെയുള്ള കോപം ഉണ്ടാവുന്ന വീടുകൾ പല വീടുകളും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ വലിയ അശുദ്ധിയായിട്ടുള്ള പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, വലിയ അശുദ്ധിയുള്ള ആൾ കുളിക്കാൻ വൈകിയിട്ട് കുളിക്കാതിരുന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ അലസതയായിട്ട് ഇങ്ങനെ നടക്കുന്ന വീടുകളിൽ പടച്ച റബ്ബിൻ്റെ കോപം തന്നെ ഉണ്ടാവും. ആ വീടുകളിൽ ബർക്കത്തുണ്ടാവുകയില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് കുടുംബബന്ധം മുറിച്ചാൽ കുടുംബബന്ധം മുറിക്കുന്നവൻ്റെ അമലുകൾ സ്വീകരിക്കുകയില്ല. അള്ളാഹു ആ വീടുകളിൽ നോക്കുക പോലുമില്ല. അപ്പോൾ എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും ബുദ്ധിമുട്ടുമായിരിക്കും അങ്ങനെയുള്ള വീടുകളിൽ. ഒന്നും പടച്ച റബ്ബ് സ്വീകരിക്കുന്നതല്ല, ഒരു അമലും സ്വീകരിക്കുകയില്ല. മൂന്നാമതായിട്ട് നമ്മളുടെ എന്താ പറയണ്ടേ, മയക്കുമരുന്ന് അല്ലെങ്കിൽ കള്ള് കുടിക്കുന്ന വീട്, അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ പടച്ച റബ്ബിൻ്റെ ഹൈറോ ബർക്കത്തോ ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ മുടിയിലും താടിയിലും ഡൈ ചെയ്യുന്ന, നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. കുറച്ച് നേരക്കുമ്പം തന്നെ, ഇപ്പോൾ പ്രായമാവണമെന്നില്ല, അതിനു മുമ്പ് നേരെ വരുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഡൈ ചെയ്യുന്ന വീടുകൾ, അല്ലെങ്കിൽ പച്ച കുത്തി നടക്കുക, അങ്ങനെയുള്ള വീടുകളിൽ പടച്ച റബ്ബിൻ്റെ ബർക്കത്ത് ഉണ്ടാവുകയില്ല. പടച്ച റബ്ബ് നോക്കുക പോലും ഇല്ല അങ്ങനെയുള്ള വീടുകളിൽ. പിന്നെ പന്നിയെ വളർത്തുന്ന വീട്, അല്ലെങ്കിൽ പന്നി ഇറച്ചി കഴിക്കുന്ന വീട്, അങ്ങനെയുള്ള വീടുകളിലും അള്ളാഹുവിൻ്റെ കോപം തന്നെയാണ്. പടച്ച റബ്ബ് ബർക്കത്ത് കൊടുക്കുകയില്ല, എപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കും. പിന്നെ നായ വളർത്തുന്ന വീട്. നായ വളർത്തുന്നത് രണ്ട് തരത്തിലുണ്ട്. നമുക്ക് നമ്മളുടെ ഒരാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഒന്നിക്ക് വീട് സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ കള്ളന്മാരുടെ ശല്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണ് വളർത്തുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് ഇപ്പം പല ടൈപ്പ് നായ്കളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വെറുതെ ഷോ ആയിട്ട് വെക്കുന്ന നായയാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ, അങ്ങനെ വളർത്തുന്ന വീടുകളിലാണ് ബർക്കത്തില്ലാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ, അതുപോലെ ഷിർക്ക് ചെയ്യുന്ന വീട്, ഷിർക്ക് ചെയ്യുക, ഷിർക്കിൻ്റെ വസ്തുക്കൾ വീട്ടിൽ വെക്കുക, പിന്നെ അങ്ങനെയുള്ള വീടുകളിൽ, അതുപോലെ മണി കെട്ടി തൂക്കുന്ന വീടുകളിൽ, നമ്മൾ അമ്പലത്തിലെല്ലാം കാണുന്നില്ലേ, അങ്ങനെയുള്ള മണികൾ കെട്ടി വെക്കുന്ന വീട്, അങ്ങനെയുള്ള വീടുകളിലൊന്നും പടച്ച റബ്ബിൻ്റെ ബർക്കത്തുണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവരും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള വീടുകൾ നമ്മളിൽ ഇല്ലാതിരിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മളെ ഓരോ ചെറിയ കാരണത്താലായിരിക്കും നമ്മൾ വീടുകളിൽ എപ്പോഴും ബർക്കത്തിൻ്റെ ഇല്ലായ്മയും, അതുപോലെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുകയും രോഗം കൊണ്ട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബ് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് വീട് പണി എത്രയും പെട്ടെന്ന് എളുപ്പമാവാനുള്ള, എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു വഴി, ഒരു ചെറിയൊരു ദുആ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഈ ദുആ ചൊല്ലേണ്ടത്. അപ്പോൾ വുളൂ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ദുആ അവിടെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ദുആയും കൂടി ചൊല്ലി വുളൂ ചെയ്യുക. അപ്പോൾ അത് നിത്യമാക്കുക. ഒരു ദിവസമല്ല, നിത്യമാക്കി കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വീട് പണി നടക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് എല്ലാം ഹൈറിലാക്കട്ടെ. അപ്പോൾ അത് ഏതാ ദുആ എന്ന് വെച്ചാൽ, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വബാരിക് ലി ഫി റിസ്ഖി വവസ്സിലി ഫി ദാരി. ഈ ഒരു ദുആയാണ് നമ്മൾ വുളൂ എടുക്കുന്ന ഒരു സമയത്ത് ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.